ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞായറാഴ്ച കേട്ടോ. ഞായറാഴ്ച അയില വന്നപ്പോൾ 1 കിലോ അയില വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുകയും വേണം. കുറച്ച് കുടംപുളി ഇട്ടിട്ട് വറ്റിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കൂടാതെ എനിക്കിത് കുറേ ദിവസമായി വേണമെന്ന ഒരു ആഗ്രഹം. അപ്പോൾ നത്തോലി എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഇനിയൊന്ന് വറുക്കണം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ചോറും ഈ കറികളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുടംപുളി ഇട്ട് അയില വറ്റിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്: മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, തക്കാളി വലിയ തക്കാളിയാണ്, അപ്പോൾ അത് ഞാൻ 1 എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു ചെറിയ വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില. ഇതാണ് നമ്മൾ ഈ അയില കുടംപുളിയിട്ട് വറ്റിക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി അതെങ്ങനെ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളത് ഒന്ന് നോക്കാം കേട്ടോ. വലിയുള്ളി വഴണ്ടി വരുന്നുണ്ട്. അതിലോട്ട് തക്കാളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലാക്കിയിട്ട് തക്കാളി ഉള്ളിയും നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. ഏകദേശം ഈ പരുവം ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ആ പച്ചമുളക് ഞാൻ ഇതിലോട്ട് ചേർത്തി കൊടുത്തു. ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. എന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ മസാലകൾ ഇതിലോട്ട് ചേർത്താണ്. മഞ്ഞൾപ്പൊടി ചേർത്തു, മല്ലിപ്പൊടി ചേർത്തു, ഒരു സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെയൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്താണ് മതി. എന്നതിന് ശേഷം കുടംപുളി ഞാൻ ആക്കി വെച്ച് ഇതിലോട്ട് ചേർത്ത് വയ്ക്കുകയാണ്. ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളയ്ക്കുന്ന ഈ സമയത്ത് തന്നെ ഇതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവുണ്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ തിളച്ച ഗ്രേവിയിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ ഇളക്കരുത്, ഇളങ്ങിനെ തന്നെ വേവട്ടെ. എന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ മീൻ ഗ്രേവിയിൽ നിന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം, 5 മിനിറ്റ് വേണ്ട, അതിന് താഴെയോളം ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിളയ്ക്കാനായിട്ട് വിടുക. എന്നതിന് ശേഷം ചൂട് ചോറിനോടൊപ്പം, അത് മട്ടേരി ചോറാണെങ്കിൽ വളരെ അഭികാമ്യം, മട്ടേരി ചോറിനോടൊപ്പം ഈ മീൻചാറും കൂട്ടിയിട്ട് ഒഴിച്ചിട്ട് ഒരു പിടി പിടിച്ചാൽ മക്കളെ അടിപൊളിയായിരിക്കും. എല്ലാവരും ഇതുപോലുള്ളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.